ഹലോ, നമ്മളിന്ന് ചെമ്മീനും പച്ചക്കായും കൂടി ഒരു തേങ്ങ അരച്ച കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമുക്ക് ചെമ്മീൻ പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വേപ്പിലയും ചേർക്കുക. ഇനി ഇത് അടുപ്പത്ത് വേവിക്കാൻ വെക്കാം. ആ സമയത്ത് നമുക്ക് കായ ചെറുതായിട്ടിങ്ങനെ അരിഞ്ഞെടുക്കാം. ചെമ്മീൻ വെന്ത ശേഷം നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ച കായയും കൂടി ചേർത്ത് വേവിക്കാൻ വെക്കാം. ഒരു 8 മിനിറ്റോളം കായയും ഇതിൻ്റെ കൂടെ കിടന്ന് നന്നായി വെന്ത് വരണം. ഈ കറിക്ക് ഇച്ചിരി പുളി ഉണ്ടെങ്കിൽ നന്നായിരിക്കും. അതുകൊണ്ട് ഒരു കഷ്ണം പുളിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ചേർക്കണ്ട. ഇനി ഇതിലേക്കുള്ള അരപ്പിനായിട്ട് 1 കപ്പ് തേങ്ങയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുക. ആ അരപ്പ് വെന്തിരിക്കുന്ന നമ്മുടെ കായ ചെമ്മീൻ മിക്സിയിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. അരപ്പ് ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം അതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. കൂടുതൽ വെള്ളം ചേർത്ത് കുറേ ലൂസാക്കി എടുക്കരുത്, കറിയുടെ ടേസ്റ്റ് മാറിപ്പോകും. ഇത് തിളക്കണതിന് മുമ്പ് ഇങ്ങനെ ഒരു നൊരയായിട്ട് വരും. ആ നൊര വരുമ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് മൂടി വെക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് താളിച്ച് വയ്ക്കണം. അതിനായിട്ട് ഒരു ചീനച്ചട്ടി ചൂടാക്കി അതിൽ കടുക് പൊട്ടിച്ച് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞതിടുക. അതിന് ശേഷം അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 2-3 വറ്റൽമുളകും കുറച്ച് വേപ്പില ഇടുക. അതിന് ശേഷം സ്റ്റൗ ഓഫാക്കിയിട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് ഇളക്കുക. ഇനി ഈ താളിച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് ഒരു മൂടിയടപ്പ് കൊണ്ട് നന്നായി മൂടി വെക്കുക. എടുക്കാൻ നേരത്ത് മാത്രം നന്നായി ഇളക്കിയെടുക്കുക.